ആയിഷാബിയുടെ ഹുജറയല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ഖബറിൽ മദീനത്തെ പള്ളിയിൽ മസ്ജിദ് നബവിയിൽ രണ്ട് ഖിബലൻ്റെ ഭാഗത്തേക്ക് റൗദൻ്റെ അപ്പുറത്തു കൂടെ നേരെ സലാം പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരിടം നബിയുടെ ഹുജറാത്തുകളിൽ എവിടെയുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പം കിടക്കുന്ന സ്ഥലത്ത് തന്നെയാണതിന് പറ്റിയ സ്ഥലം. അള്ളാഹുവിൻ്റെ നിശ്ചയം വഫാത്താക്കുന്നത് അവിടുത്തെ മാർവിടത്തിൽ കടന്നുകൊണ്ട് ആ സമയത്ത് ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ കൃത്യമായി ചെയ്യാൻ അറിയുന്ന തൻ്റെ ഇടമുള്ള ആയിഷ റളിയല്ലാഹു അൻഹായുടെ മാർവിടത്തിലേക്ക് ചാരിക്കിടന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു തൻ്റെ ലോകത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ സുവിശേഷത്തിൻ്റെ വിവരം നിലനിൽക്കുന്ന ജനതതി ജൂത ക്രിസ്തീയ വിഭാഗത്തിൻ്റെ മണ്ണിലാണ് നാലാം വേദമായി വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നതും അവരെ സംബന്ധിക്കുന്ന ചർച്ചകളും അവരെ സംബന്ധിക്കുന്ന വിവരങ്ങളും തന്നെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങിയിട്ടുള്ള വേദം പ്രത്യേകമായി ഒരു ജനതയെക്കുറിച്ച് പറയുന്നത്. അറേബ്യകളുടെ പൂർവ്വജനതയായി ആദ് സമൂദ് വിഭാഗത്തെയൊക്കെ പറയുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ബാക്കി വിവരങ്ങളൊക്കെ ഇബ്രാഹിമിൻ്റെ ശേഷം യൂസാ നബി അലൈഹിസ്സലാം തുടങ്ങിയിട്ടുള്ള 25 അംബിയാ മുർസലീങ്ങളിൽ നമ്മൾ ചിന്തിച്ചാൽ ഈ 25 അംബിയാ മുർസലീങ്ങളിൽ കുറേയധികം പേർ ബനൂ ഇസ്രായേലിലേക്ക് വന്ന ദൂതന്മാരാണ്. അവരിലേക്ക് വന്ന വിവരങ്ങൾ, അവരുടെ സുവിശേഷങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കി തരുന്നത് എന്തായിരുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗമെങ്കിൽ ആ നിയോഗത്തിലേക്ക് വേണ്ടി വഴിയൊരുക്കിയിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുവിശേഷം അറിയിച്ചുകൊണ്ട് നബി തങ്ങളെക്കുറിച്ചുള്ള വിവരവും ആഗമനത്തിൻ്റെയും വിവരം ലോകത്തിന് സമർപ്പിച്ചിട്ട് പോകുന്ന ദൗത്യം പൂർവ്വ പ്രവാചകന്മാർ നിർവഹിച്ചു. അല്ലാഹു തആല നിശ്ചയിച്ച സമയത്തെത്തിയപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതും അങ്ങനെ, നുബുവത്ത് കിട്ടിയതും അങ്ങനെ, നുബുവത്ത് കിട്ടാൻ വേണ്ടി ഒരുങ്ങിയിട്ട് ഒറ്റയ്ക്ക് ഹിറായിലേക്ക് പോകുന്നതും അങ്ങനെ, എല്ലാം നിങ്ങൾ നിരൂപിച്ചു നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രം എന്ത് നിരൂപിച്ചാലും ഓരോ സാഹചര്യത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്തിക്കുകയും ആ സാഹചര്യത്തിൽ ഇറങ്ങേണ്ട വഹി എന്താണോ, കിതാബിൻ്റെ വേദങ്ങളും അങ്ങനെ തന്നെ, റസൂലുള്ളാഹിന്റെ തിരുമൊഴികളാകുന്ന സുന്നത്തിൻ്റെ വാക്യങ്ങളും അങ്ങനെ തന്നെ, ഏതു സന്ദർഭത്തിനൊത്തി ലോകത്തിന് എന്തൊരു വഹി നൽകണമോ ആ വഹി നൽകാനുള്ള സാഹചര്യത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ടുപോകുന്നു. ഇങ്ങനെ കൊണ്ടുപോയി വരുന്ന വിവരങ്ങളാണ് ഖാന ഖുലുഖുൽ ഖുർആൻ. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഖുർആൻ തന്നെ. നബിൻ്റെ സ്വഭാവം ഖുർആൻ എന്ത് പഠിപ്പിക്കുന്നുവോ അത് തന്നെയാണ് നബി സ്വഭാവം. എന്താണ് ഖുർആൻ പഠിപ്പിക്കുന്നത്? ഏറ്റവും ഉത്തമമായ സംസ്കാരം, ഏറ്റവും മുന്തിയ സ്വഭാവം, ഏറ്റവും മുന്തിയ വാചകങ്ങൾ, ഏറ്റവും മുന്തിയ രീതികൾ, ഏറ്റവും മുന്തിയ ഉത്തമ സംസ്കാരം. ഈ സംസ്കാരമാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതിൻ്റെ പ്രയോക്താവായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിലകൊണ്ടു. അത് ലോകത്തെ അറിയിച്ചു കൊടുക്കാൻ വന്ന ആൾ അത് ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് അതിൻ്റെ ശരിയായ പ്രയോഗം ലോകത്ത് നടത്തിക്കൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയത്. ഖുലുഖിൻ അലീം എന്ന് മാത്രമല്ല, മഹത്തായ ഒരു സ്വഭാവമാണെന്ന് വിവരിച്ച ആ ഒരു കണ്ടം പുരുഷല്ലേ പറയുന്നത്. കാന ഖുലുഖുൽ ഖുർആൻ. ഖുർആൻ എന്താണോ പഠിപ്പിക്കുന്നത്, ഖുർആൻ എന്ത് സ്വഭാവമാണ്, തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്, ഉത്തമമായ സംസ്കാരം, നല്ല ആചാരങ്ങൾ, നിസ്കാരം, നോമ്പ്, സിന, ഹംർ തുടങ്ങിയതിൽ നിന്നുള്ള അകൽച്ച, ഇത്തരത്തിൽ എന്താണോ ഖുർആൻ നൽകുന്നത് അതിനുള്ള ഇസ്ലാം. ആ ഇസ്ലാമിൻ്റെ മുന്തിയ രൂപമാണ്, ജീവിച്ചിരിക്കുന്ന രൂപമാണ്, മാതൃക കാണിച്ച രൂപമാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടുത്തെ ജീവിതത്തിൽ നിന്ന്, ഏടുകളിൽ നിന്ന് നമുക്ക് എന്ത് ലഭിച്ചുവോ അതത്രയും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള സ്വഭാവം മാത്രമാണ്, അല്ലാതെ ഒന്നുമില്ല. 40 വർഷത്തെ പ്രവാചകത്വത്തിന് മുൻപുള്ള ജീവിതം പരിശോധിച്ചാലും 40 വർഷത്തിന് ശേഷം 23 വർഷക്കാലത്തെ നുബുവത്തിൻ്റെ കാലം വിവരിച്ചാലും ഇതൊക്കെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൻ്റെ ശ്വാസോച്ഛ്വാസങ്ങളാസകലം. അള്ളാഹു തിരുത്തുന്ന അടക്കം ഞാൻ പറഞ്ഞല്ലോ, അബസ വ തവല്ല അൻ ജാഅഹുൽ അഅമ വമാ യുദ്രിക ലഅല്ലഹു യസ്സക്ക എന്ന് അള്ളാഹു തആലാക്ക് ആയത്തിറക്കണമെങ്കിൽ നബിയിൽ നിന്ന് ഈ പറയുന്ന ഒരു ചെറിയ സംഗതി ഉണ്ടാകണ്ടേ? എന്താ ഈ പറയുന്ന സംഗതി? സ്വാഭാവികമായും നമ്മളാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് ഏറ്റവും മുന്തിയ സ്വഭാവമായിരിക്കും. നമുക്കാണതെങ്കിൽ ഏറ്റവും മുന്തിയ സ്വഭാവം. നിങ്ങൾ ആ ചെറിയ സംഭവം ഒന്ന് വിവരിച്ചു നോക്കി, ഒറ്റൊന്ന് നിരൂപിച്ചു നോക്കി. നിന്റെ കൂടെ കൂടിയവരൊക്കെ സംസ്കാരം അറിയാത്തവർ, സഭ തിരിയാത്തവർ, ലോകം തിരിയാത്തവർ, ഏഴന്മാർ, ദുർബലന്മാർ, ഒന്നും തിരിഞ്ഞുകൂടാത്തവർ, മനുഷ്യനോട് സംസാരിക്കേണ്ടതൊന്നും അറിയാത്ത ദരിദ്രന്മാർ, അവരുടെ കൂടെ ഞങ്ങൾ ഇരിക്കൂല. ഞങ്ങൾക്ക് വേറെ തന്നെ ഈ വഹി നൽകും, വേറെ തന്നെ സംസാരിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിന്നെ കേൾക്കാം
എന്ന് സംസാരിച്ചുകൊണ്ട് ഈ ഖുറൈശി പ്രമുഖന്മാരായ ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയത്ത് അള്ളാൻ്റെ റസൂലിനും തോന്നി 2 സദസ്സല്ലേ അവർ ആവശ്യപ്പെടുന്നുള്ളൂ, ഓക്കണം എന്ന് പറയണില്ലല്ലോ, 2 സദസ്സല്ലേ ആവശ്യപ്പെടുന്നുള്ളൂ. ആ 2 സദസ്സിൽ ഒരു സദസ്സ് ഓർക്ക് കൊടുക്കാമല്ലോ, അവർക്ക് അങ്ങനെ കേൾക്കാൻ പറ്റും. നല്ല ഉഷാറല്ലേ. നമ്മളൊക്കെ അങ്ങനെ സാക്ഷരന്മാർക്ക് ഒരു കളസ് കൊടുക്കണം, അല്ലാത്തവർക്ക് സദസ്സ് കൊടുക്കണം, അക്കാദമിക്കായിട്ടൊരു സദസ്സ് വേണം, അല്ലാതൊരു സദസ്സ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ സംഘടിപ്പിക്കുമല്ലോ. അങ്ങനെ സംഘടിപ്പിക്കുന്ന രീതിയിലുള്ള ഒന്നാണ് അവർ ആവശ്യപ്പെടുന്നതെന്ന് കരുതി അള്ളാൻ്റെ റസൂല് പ്രത്യേകം അതൊന്ന് മനസ്സിൽ കരുതിയിട്ട് ഒരുങ്ങുന്നുള്ളൂ. അപ്പോഴൊക്കെ അള്ളാഹു വലാത്ത തുറുദില്ലദീനാന്നും പറഞ്ഞ് ആയത്തിറക്കുന്നു, ഈ കാണുന്ന സാധുക്കൾ ഒഴിവാക്കരുതിട്ടോ, ഓരോ ഒഴിവാക്കിയിട്ടുള്ള കളി വേണ്ട, അവരേ ദീനുണ്ടാവുള്ളൂ എന്നാണ് അള്ളാഹു തആല. ഇതൊക്കെ വെറുതെ മഞ്ചു പറയണ്ട, ഞാഞ്ഞാളം പറയാനറിയില്ല, ഈ ഞാഞ്ഞാളം പറയുന്നതാണ് ഇവർ പറയുന്നത്. ആ പറച്ചിലൊന്നും കേൾക്കേണ്ടതില്ല, ഇത് ഇവരേ ദീനുണ്ടാവുള്ളൂ എന്നാണ്. അതുപോലെ ഒരു സന്ദർഭത്തിൽ അപ്പോഴയിലുള്ള ഒരു സന്ദർഭം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ സദസ്സ് കൊടുക്കാൻ അവരുടെ ഇടയിലേക്കാണ് തൻ്റെ സാധാരണ ശൈലിയിൽ യാ മുഹമ്മദ് അല്ലിംനി മിമ്മ അല്ലമകല്ലാഹ് ദൂരേന്ന് തന്നെ വിളിച്ചുകൊണ്ട് അന്ധനായ ഇബ്നു ഉമ്മു മക്തൂം എന്നവർ വരുന്നു. അന്ധനാണ് അവർ. നബിയുടെ സദസ്സ് എവിടെയാണ്, എവിടെ ഇരിക്കുന്നത് നബി എന്നൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. ഒച്ചയും സംസാരം കേൾക്കുന്നുള്ളത് കണ്ടറിഞ്ഞ് അവർ വരിക. ധാരണ അവർ സാധാരണ വന്നാൽ പറയാറുള്ള വാക്ക് യാ മുഹമ്മദ് അല്ലിംനി മിമ്മ അല്ലമകല്ലാഹ്. മുഹമ്മദ് എന്ന് നബിയെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊക്കെ പിന്നെ വരുന്ന നിയമമാണ്. ഇത് മക്കത്തെ സംഭവമാണല്ലോ. ആ വരുന്ന നിയമങ്ങളൊക്കെ വരുന്നതിൻ്റെ മുമ്പ് അറേബ്യകളിലെ ഒരുപാട് ആളുകൾ നബിയുടെ പേര് വിളിച്ചിരുന്നു. ആയിപ്പെട്ട ആളെ ഈ അമ്മ അവർ വിളിക്കുക യാ മുഹമ്മദ് അല്ലിംനി മിമ്മ അല്ലമകല്ലാഹ്, അള്ളാഹു പഠിപ്പിച്ചെന്ന് എനിക്ക് പഠിപ്പിച്ചതെന്ന് പറഞ്ഞു വരികയാണ്. ആ സമയത്ത് സ്വാഭാവികമായും സംസാരിച്ചു കൊണ്ടിരുന്ന ആളുകൾ പറയുന്ന അതേ രീതിയിലുള്ള ആൾ തന്നെയാണ് എൻ്റെ ആളുകൾ എന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു സംഭാഷണമാണ്, ഒരു വാക്കാണ് അള്ളാഹുവിൻ്റെ റസൂലിലും കേൾവിയിൽ വന്നത്. വന്നൊന്ന് ഇരുന്നിട്ട് സംസാരിക്കാനൊന്നും നോക്കാതെ, ഇത് അന്ധനാണ്, അന്ധനായ അവർക്ക് അവിടെ തന്നെ പറയാനേ അറിയുള്ളൂ, ഇതാണ് പതിവും. പക്ഷേ ഈ സമയത്ത് ഇതൊരു അസമയത്തായി പോയി ഇദ്ദേഹത്തിൻ്റെ ആഗമനമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നിയിട്ട് നെറ്റിയിൽ അതൊന്ന് പ്രകടമായതാണ് അബസ വതവല്ല എന്ന് പറയുന്നത്. ഇതിറങ്ങണമെങ്കിൽ ഈ സംഭവം ഉണ്ടാകണ്ടേ? ഇവിടേക്ക് അല്ലാഹു തആല അള്ളാഹുവിൻ്റെ റസൂലിനെ എത്തിക്കണ്ടേ? അങ്ങനെ ഇറങ്ങിയ ആയത്തുകൾ ഏതെടുത്ത് ചിന്തിച്ചു നോക്കി നമ്മൾ നിരൂപിച്ചാൽ, നമ്മൾ ഇസ്ലാമിനെ പഠിക്കുന്നവർ, ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി വിഷയം ശ്രദ്ധിക്കുന്നവർ, സംസാരിക്കുന്നവർ, പ്രസംഗിക്കുന്നവർ ചിന്തിക്കാനാണ് പ്രത്യേകം. ആ വിധത്തിൽ നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിനെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു തആല എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയി, എവിടെയാണ് മരിക്കേണ്ടതെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയി, മരണം കഴിഞ്ഞതിൻ്റെ ശേഷം എവിടെയാണ് അടുക്കപ്പെടേണ്ടതെങ്കിൽ അങ്ങനെ അടുപ്പിച്ച്. ഞാൻ പറയാറുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിനെ ജീവിതം കഴിഞ്ഞ് അവസാനം അള്ളാഹുവിൻ്റെ റസൂലിനെ ബർസലേക്ക്, മറുലോകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരുക്കുന്ന കുഴിയുടെ കാര്യത്തിൽ വരെ അള്ളാഹുവിൻ്റെ നിയന്ത്രണമല്ലാതെ മറ്റൊന്നും വേറൊരാളുടെയും നിയന്ത്രണം അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടില്ല. വേറെ ഒരാൾക്കും സ്വാധീനവുമില്ല. എന്ത് വേണം നബിക്ക്? ഖബർ കുഴിക്കണമോ അതോ ലഹദ് കുഴിക്കണമോ? അള്ളാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ച് ചർച്ചയാണ് ഇഷ്ടക്കാർക്കും കുടുംബത്തിനും. അബ്ബാസ് എന്നവർ പറയുന്നു, നമുക്കൊരു കാര്യം ചെയ്യാം, ലഹദ് കുഴിക്കുന്ന ആളടുത്തേക്കും വിടാം, ഖബർ കുഴിക്കുന്ന ആളടുത്തേക്കും വിടാം, രണ്ടാളടുത്തേക്കും വിടാം. ആരാണ് ആദ്യം വന്നതെങ്കിൽ അയാൾ കുഴിക്കട്ടെ. ഖബർ കുഴിക്കുന്ന ആളടുത്തേക്ക് വിട്ട ആള് അയാളെ കണ്ടില്ല, ഖബർ കുഴിക്കുന്ന ആൾ അവിടെ എത്തിയില്ല. ലഹദ് കുഴിക്കുന്ന ആളടുത്തേക്ക് പറഞ്ഞയച്ച ആള് കണ്ടു, അബൂ ത്വൽഹത്തുൽ അൻസാരി കണ്ടു. അവർ വന്നു, എന്നാ കുഴിച്ചോളൂ പറഞ്ഞു. ലഹദ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. സാധാരണ നമ്മൾ കുഴിക്കുന്ന ഖബറല്ല, സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ, സാധാരണ നമ്മൾ കുഴിക്കുന്ന ഖബറിൻ്റെ മാതിരി അല്പം കുഴിച്ചിട്ട് പിന്നെ ഒരു ഭാഗത്തേക്ക് ഇങ്ങോട്ട് കുഴിക്കുക ചെയ്യുക. ഖബറിൻ്റെ ഭാഗത്തേക്ക് നിമിനം കടക്കാൻ ചുവരുമ്മക്ക് ഇങ്ങോട്ട് കുത്തുന്ന ഇതാണ് ലഹദ്. ഈ ലഹദ് അറേബ്യയിലൊക്കെ ഉള്ള ഖബറിൻ്റെ രീതിയാണ്. റസൂലുള്ളാഹിക്ക് അള്ളാഹു തിരഞ്ഞെടുത്തത് ലഹദാണ്. ഇത് അള്ളാഹു തിരഞ്ഞെടുത്ത അനുസരിച്ച് തന്നെയാണ് വരുന്നത്. എവിടെയാണ് ഐനാന ഒതൻ എന്ത് രോഗാവസ്ഥയിൽ അള്ളാഹുവിൻ്റെ റസൂല് കൊണ്ടുനടക്കുകയാണ്. നബിക്ക് നടക്കാൻ വയ്യാതെ നബിയെ കൊണ്ട് നടക്കുന്ന അവസ്ഥയിലെത്തിയപ്പോൾ ഇനി ഞാൻ നാളെവിടെയാന്ന് വെച്ചുമ്പോൾ ആയിഷാബീൻ്റെ അടുത്തേക്ക് പോകണം എന്നാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചിന്ത എന്ന് എല്ലാ സഹധർമ്മന്മാർക്കും ബോധ്യപ്പെടുന്നു. ഒരു പ്രയാസവുമില്ലാതെ നബിക്ക് തോന്നുന്ന ആ തോന്നൽ അതുപോലൊരു സന്ദർഭം ഉണ്ടോ എന്നറിയില്ല. ഈ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ അങ്ങോട്ട് തന്നെ എത്തിക്കേണ്ട ആ രീതിയിൽ എല്ലാ സഹധർമ്മന്മാരും ഒത്തു തീരുമാനിച്ച് ആയിഷാ ബീവിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നു. എന്തേ? എവിടെയാണ് അവിടുന്ന് വഫാത്താകേണ്ടത്, അവിടെയാണ് അവിടെ മറമാടപ്പെടുക. ഇത് ആയിഷാ ബീവിയുടെ ഹുജറയിലാണ്.
ആയിഷാബിയുടെ ഹുജറയാണ് അതിന് സൗകര്യം. ആയിഷാബിയുടെ ഹുജറയല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ഖബറിൽ മദീനത്തെ പള്ളിയിൽ മസ്ജിദ് നബവിയിൽ രണ്ട് ഖിബലൻ്റെ ഭാഗത്തേക്ക് റൗദൻ്റെ അപ്പുറത്തു കൂടെ നേരെ സലാം പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരിടം നബിയുടെ ഹുജറാത്തുകളിൽ എവിടെയുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പം കിടക്കുന്ന സ്ഥലത്ത് തന്നെയാണ് അതിന് പറ്റിയ സ്ഥലം. അള്ളാഹുവിൻ്റെ നിശ്ചയം വഫാത്താക്കുന്നത് അവിടുത്തെ മാർവിടത്തിൽ കടന്നുകൊണ്ട് ആ സമയത്ത് ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ കൃത്യമായി ചെയ്യാൻ അറിയുന്ന തൻ്റെ ഇടമുള്ള ആയുസ് റളിയല്ലാഹു അൻഹയുടെ മാർവിടത്തിലേക്ക് ചാരിക്കിടന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു തൻ്റെ ലോകത്തേക്ക് കൊണ്ടുപോകുന്നു.